ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ നാം ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് നിർത്തിയപ്പോൾ അതിനു മുമ്പിൽ ദൈവം തന്ന ഒരു പ്രത്യേകമായ ആലോചന നമുക്ക് ചിന്തിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ആ വിഷയങ്ങളെ നമുക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ അറിയുന്നു. പ്രത്യേകാല് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ തന്നെ ഇന്ന് രാത്രിയില് ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയ്ക്കായി വായിപ്പാനുമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കതിനാധാരമായി സക്കറിയ പ്രവചനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ജെയിംസ് ഷായന് ഈ വാക്യം ശബ്ദമുയർത്തി വായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എല്ലാവർക്കും വേണ്ടി പ്രിയ ജെയിംസ് ഷായന് ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സക്കറിയ പ്രവചനം 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. സ്തോത്രം. ഹല്ലേലൂയ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കായി അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. സ്തോത്രം. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനു വേണ്ടി മാരി പെയ്യിച്ച് കൊടുക്കും. ഹല്ലേലൂയ. ഈ നല്ല വചനത്തിനായ ദൈവമക്കൾ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നാം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ നാം ചിന്തിച്ച ആ വേദഭാഗത്ത് നാം കണ്ടു, കർമ്മേലിന്റെ മുകളിൽ മുഴങ്കാലിൽ പ്രാർത്ഥനയിലിരുന്ന ഏലിയാവ് ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഹല്ലേലൂയ ഇപ്രകാരം ഒരു ദൂത് വിളംബരം ചെയ്യുവാനായിട്ടിടയായി. ഹല്ലേലൂയ. വലിയ ഒരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു. സ്തോത്രം. തന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ആത്മാവിൽ താൻ കേട്ട ആ ശബ്ദത്തിന്റെ നിവൃത്തിക്കായി ഹല്ലേലൂയ കർമ്മേൽ മലമുകളിൽ മുട്ടുമേൽ വീണ് കിടന്ന് ഹല്ലേലൂയ ആ മഴയുടെ മുഴക്കം കേട്ടതുപോലെ തന്നെ ആ മഴയ്ക്കായി കാത്തിരുന്ന ഒരു ഏലിയാവിനെ നമുക്ക് കാണുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തി വളരെ വിശ്വാസത്തിന്റെ കാത്തിരിപ്പോടെ ഏലിയാവ് മുട്ടുമേൽ കാത്തിരുന്നു. ഹല്ലേലൂയ. നമുക്ക് ആ സമാപന ചിന്തയിൽ നാം ചിന്തിച്ചു, വളരെ പെട്ടെന്ന് തന്നെ പ്രൈസ് ദി ലോർഡ് തന്റെ ദാസൻ കടന്നുപോയി. ഓരോ പ്രാവശ്യവും നോക്കി ഒന്നും കാണാതെ മടങ്ങി വന്നു. 7-ാമത്തെ പ്രാവശ്യം ഹല്ലേലൂയ മനുഷ്യന്റെ കൈപ്പത്തിയോളം വലിപ്പമുള്ള ഒരു ചെറിയ ഹല്ലേലൂയ മേഘം കടലിൽ നിന്ന് പൊങ്ങി വരുന്നതായി കാണുവാനായിട്ട് ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗാഡ്. ഞാൻ ആ വാക്യം ഒരു ദൂതുപോലെ ദൈവമക്കളോട് അന്ന് ഓർപ്പിക്കുവാനായിട്ട് ഇടയായി. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ഏതൊരു വിഷയ നിവൃത്തികളും ഹല്ലേലൂയ നമ്മൾക്ക് ദൂരം എന്ന് തോന്നുമെങ്കിലും, മാനുഷികമായി അത് വളരെ ദൂരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും, എല്ലാ സാഹചര്യങ്ങളെയും വളരെ പെട്ടെന്ന് തന്നെ മാറ്റിമറിച്ച് ഹല്ലേലൂയ തന്റെ ആ വാഗ്ദത്തത്തിന്റെ നിവൃത്തിയെ നമുക്ക് ചെയ്തു തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ദൈവം അന്തരീക്ഷത്തെ, കാറ്റിനെ, മേഘങ്ങൾക്ക് പ്രൈസ് ദി ലോർഡ് വളരെ പെട്ടെന്ന് ഒരു മാറ്റം കൊടുത്തതുപോലെ സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന് ദൈവസന്നിധിയിൽ ജാഗരിച്ച ദൈവമക്കളോട് വ്യക്തമായി ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ഒരു വലിയ കാത്തിരിപ്പ് പ്രാർത്ഥനയോട് വീണ്ടും ആയിരിക്കാൻ ഇന്ന് രാത്രിയിൽ വായിച്ച ആ വേദവാക്യത്തെ അതോട് ബന്ധപ്പെടുത്തി ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം വായിച്ച ഈ വേദഭാഗം ഞാൻ വായിച്ചപ്പോൾ ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പ്രസ്താവിക്കുമ്പോഴും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം മറ്റൊന്നുമല്ല, ദൈവമേ ആത്മീക മഴ ഞങ്ങളുടെ മേൽ പെയ്യിപ്പിക്കണമേ എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഞാൻ ഈ ശബ്ദപരിധിക്കുള്ളിൽ വചനം
തിരുവചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളോടും ഹല്ലേലൂയ വ്യക്തമായി ഹല്ലേലൂയ പറയുവാനും ഓർപ്പിക്കുവാനുമായിട്ടുള്ളത് ദൈവം നമുക്ക് ചെയ്ത ആ വലിയ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്കായി നിരന്തരമായി പ്രത്യാശയോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കാത്തിരിപ്പ് നമുക്ക് വീണ്ടും ഉണ്ടാകുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിന്ന് രാത്രിയിൽ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ മഴ ഞങ്ങളുടെ മേൽ പെയ്യിപ്പിക്കുമാറാകണമേ. ഹല്ലേലൂയ. ഒരു ഭൗമിക മഴയല്ല നാം ആഗ്രഹിക്കുന്നത്, ഒരു ആത്മാവിന്റെ മഴയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അതാവലോട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രിയിൽ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ നന്ദിയോടെ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. നമുക്ക് മാത്രമല്ല, നമ്മുടെ സഭയ്ക്ക് മാത്രമല്ല, നാം വസിക്കുന്ന ഈ പട്ടണത്തിന് മാത്രമല്ല, ലോകവ്യാപകമായി ഹല്ലേലൂയ ആ ആത്മീകമാരി ആ മഴ ഒന്ന് പെയ്യുവാൻ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ, ഇന്നുവരെ ലഭിച്ചിട്ടില്ലാത്ത ഒരളവിൽ ഹല്ലേലൂയ, ഇന്നുവരെ ഹല്ലേലൂയ അനുഭവിച്ചിട്ടില്ലാത്തതിലും അധികമായി ഹല്ലേലൂയ ഒരു വലിയ ആത്മാവിന്റെ മഴ ഹല്ലേലൂയ നമ്മുടെ മേൽ വരുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം തിരുവചനം പഠിച്ചാൽ ഹല്ലേലൂയ ആത്മീക മഴയെ കുറിച്ച് തിരുവചനത്തിലുടനീളം പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നാം വായിച്ച കുറിവാക്യത്തിൽ പ്രവാചകൻ ആത്മാവിൽ ഓർപ്പിക്കുന്ന ഒന്ന് രണ്ട് സത്യങ്ങൾ ഹല്ലേലൂയ. ഈ മഴ പെയ്യിപ്പിക്കുന്നത് മറ്റാരുമല്ല, യഹോവയാം ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം അവരോട് അപേക്ഷിപ്പാൻ തയ്യാറായാൽ ഹല്ലേലൂയ അവൻ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നുവല്ലോ എന്ന് പ്രവാചകൻ പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. വലിയ ഒരു ആത്മമാരി നമ്മുടെ നടുവിൽ പെയ്യിപ്പാൻ അവൻ പ്രാപ്തനും ശക്തനുമായ ദൈവമാകയാൽ നമുക്ക് ആ കർത്താവിനോട് അപേക്ഷിക്കാം. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. തിരുവചനത്തിൽ നാം ഈ ആത്മീക മാരിയെ, ഈ ആത്മീക മഴയെ കുറിച്ച് നാം പഠിച്ചാൽ ഹല്ലേലൂയ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും ആത്മീക മഴയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ചില വാക്യ ഭാഗങ്ങളുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തിരുവചനം നാം പഠിച്ചാൽ യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ പ്രത്യേകമായി അതിന്റെ 24-ാം വാക്യത്തില് വ്യക്തമായി ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് രണ്ട് ആത്മീക മഴയെ കുറിച്ച് സ്തോത്രം ഹല്ലേലൂയ ഭൗമിക മഴയെ ചൂണ്ടിക്കാണിച്ചാണെങ്കിലും അതിന്റെ ആത്മീക പൊരുളിൽ ഹല്ലേലൂയ ആത്മീക മഴയെ സംബന്ധിച്ച് രണ്ട് തരത്തിലുള്ള മഴയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ജെയിംസ് ആണ് ആ ബൈബിൾ ഭാഗം തുറന്നിട്ടുണ്ടെങ്കിൽ ആ വാക്യഭാഗം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ആത്മാവ് അവിടെ രണ്ട് വ്യത്യസ്ത കാലങ്ങളിൽ ഹല്ലേലൂയ രണ്ട് വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോട് പെയ്യിപ്പിക്കുന്ന മഴയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും മതി. ഹല്ലേലൂയ. അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഹല്ലേലൂയ രണ്ട് വ്യത്യസ്തമായ മഴയെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാക്യത്തോട് ബന്ധപ്പെട്ട് തന്നെ ഒരു വാക്യം കൂടെ വായിക്കണമേ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം കൂടെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ, രണ്ട് മഴയെ ഇവിടെ പരിശുദ്ധാത്മാവ് പ്രവാചകനിലൂടെ നമ്മെ ഓർപ്പിച്ചൊരുക്കുകയാണ്. സ്തോത്രം. ഒരിക്കൽ കൂടെ യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം കൂടെ വായിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ.
ഒരു കൃഷിക്കാരൻ ഒരു മുൻമഴയ്ക്കായും ഒരു പിന്മഴയ്ക്കായും ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവം അരുളി ചെയ്ത വചനത്തിന്റെ നിവൃത്തിക്കായി ഹല്ലേലൂയ നാം അലേർട്ടായി ഹല്ലേലൂയ ഒരു കാത്തിരിപ്പ് നമുക്കുണ്ടാകുവാൻ ദൈവാത്മാവ് ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന രണ്ട് വ്യത്യസ്തമായ ആത്മീക മഴയെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. ഒരു മഴയെ ഫോർമർ റെയിൻ അല്ലെങ്കിൽ മുൻമഴ എന്നാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ മഴയെ ലേറ്റർ റെയിൻ അല്ലെങ്കിൽ പിന്മഴ എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. ഈ രണ്ട് മഴയെ കുറിച്ച് നമ്മൾ തിരുവചനാടിസ്ഥാനത്തിൽ പഠിച്ചാൽ ഹല്ലേലൂയ ഈ രണ്ട് മഴയ്ക്കും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാണ് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഈ രണ്ട് മഴകളും രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ സംഭവിക്കുന്നതായ ദൈവം ദാനമായി നൽകുന്നതായ ഒരു മഴയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ മഴയായ മുൻമഴ എന്ന് പറയുന്നത് പാലളിയ കൃഷി ഭൂമിയെ കൃഷിക്കായി ഒരുക്കുവാൻ വേണ്ടിയുള്ള ഒരു മഴയായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദ റെയിൻ ഓഫ് പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. ഒരു ഭൂമിയെ ഹല്ലേലൂയ അതിന്റെ കൃഷിക്കായി ഒരുക്കുവാനായി ഹല്ലേലൂയ ദൈവം ദാനമായി നൽകുന്ന ഒരു മഴയാണ് ഹല്ലേലൂയ മുൻമഴ അല്ലെങ്കിൽ ഹല്ലേലൂയ ഫോർമർ റെയിൻ എന്നതുകൊണ്ട് തിരുവചനത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു റെയിൻ പ്രിപ്പറേഷൻ ഒരു ഒരുക്കത്തിനായി ഹല്ലേലൂയ ഉള്ള മഴയായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുന്നു. സ്തോത്രം. രണ്ടാമത്തെ മഴയായ പിന്മഴ അല്ലെങ്കിൽ ലേറ്റർ റെയിൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുക്കി ആ ഒരുക്കപ്പെട്ട ഹല്ലേലൂയ കൃഷിഭൂമിയിൽ അതിൻ്റെതായ സമയത്ത് അത് വളർന്ന് ഹല്ലേലൂയ അതിന്റെ കൊയ്ത്തിനായി ഹല്ലേലൂയ അത് വിളവായി തീരുമ്പോൾ ഹല്ലേലൂയ അതിന്റെ കൊയ്ത്തിന്റെ സൂചനയായി ഹല്ലേലൂയ ദൈവം ദാനമായി പെയ്യിപ്പിക്കുന്ന ഒരു മഴയാണ് ലേറ്റർ റെയിൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലെങ്കിൽ ദ റെയിൻ ഓഫ് ഹാർവെസ്റ്റ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ള ഹല്ലേലൂയ അതിന്റെ മുന്നറിയിപ്പായി കൊയ്ത്തിനായി സമയം അടുത്തിരിക്കുന്നു എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൃഷിക്കാരന് നൽകുവാനായിട്ടുള്ള മഴയാണ് അതിന്റെ പിന്മഴ എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഓ ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. ആത്മീക തലത്തും നാം ഈ രണ്ടു മഴകളെ ചിന്തിച്ച് അതിന്റെ ആത്മീക ജീവിതത്തോട് താരതമ്യപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ആത്മീക ജീവിതത്തിലും ഒരു ഹല്ലേലൂയ മുൻമഴയും ഒരു പിന്മഴയും കർത്താവ് നൽകുമെന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. വ്യക്തമായി നമുക്കറിയാം സ്വാഭാവികമായി ലോകത്തിൽ ദൈവം ദാനമായി നൽകുന്ന ഒരു മഴ ഈ ഭൂമിയിൽ പെയ്യുമ്പോൾ ഹല്ലേലൂയ നമുക്കറിയാം ആ ഭൂമി അല്ലെങ്കിൽ ആ ഭൂമിയിൽ വിതയ്ക്കപ്പെട്ട വിത്തുകൾക്ക് അല്ലെങ്കിൽ ആ ഭൂമിയിലുള്ള സസ്യങ്ങൾക്ക് എന്തെല്ലാം ഭാവവ്യത്യാസങ്ങൾ എന്തെല്ലാം മാറ്റങ്ങൾ അതിനുണ്ടാകുന്ന റീഫ്രഷ്മെന്റ് ഹല്ലേലൂയ ഒക്കെ നമ്മുടെ കൺമുൻപിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ വെയിലുകൊണ്ട് വാടിയിരിക്കുന്ന ആ വൃക്ഷസസ്യാദികൾ ഹല്ലേലൂയ ഒരു മഴ പെയ്യുമ്പോൾ ആ വീണ്ടും മഴ പെയ്യുമ്പോൾ ഹല്ലേലൂയ അതിന്റെ ആ വെയിലിന്റെ അത്യുഷ്ണത്താൽ തനിക്കുണ്ടായ ക്ഷീണങ്ങളൊക്കെ മാറി ഊഷ്മളരായി ഹല്ലേലൂയ ഉത്സാഹിതരായി ഹല്ലേലൂയ ആ പച്ച അള്ളിയിലകൾ പുറപ്പെടുവിച്ചുകൊണ്ട് ഫലവത്തായി മാറുന്ന ഹല്ലേലൂയ കട്ടകൾക്കിടയിൽ ഞെരുങ്ങിക്കിടക്കുന്ന വിത്തുകളൊക്കെ ആ മഴയാൽ കട്ടകൾ പൊടിഞ്ഞ് ഹല്ലേലൂയ പുറത്ത് ജീവനോടെ അത് പുറത്ത് വരുന്ന അനുഭവങ്ങൾ സ്വാഭാവിക മഴയാൽ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ദൈവമക്കൾ മറന്നുപോകരുത്. ഓ ആത്മീക മാരി ആ ആത്മീക മഴ നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ ഫലം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മാനുഷികമായി ചിന്തിക്കുന്ന നിലയിലുള്ള ഹല്ലേലൂയ തലത്തിലുള്ള ഫലങ്ങളല്ല, അതിലൊക്കെ അപ്പുറമാണ്. നാം ചിന്തിക്കുന്നതിലും അപ്പുറമാണ് ഒരാത്മീക മഴ, ഒരു മുൻമഴ അല്ലെങ്കിൽ ഒരു പിന്മഴ ഒരു ദൈവ പൈതലിന്റെ മേൽ, ഒരു ദൈവസഭയുടെ മേൽ ഹല്ലേലൂയ ഒരു ദൈവ കുടുംബങ്ങളുടെ മേൽ, ഒരു ദേശത്തിന് മേൽ, ഒരു രാജ്യത്തിന് മേൽ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്ന് പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതിൻ്റെതായ ഫ്രഷ്നസ്, അതിൻ്റെതായ ഉന്മേഷം ഹല്ലേലൂയ നമുക്ക് നമ്മുടെ കൺമുൻപിൽ കാണുവാനായിട്ട് കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ആത്മീക
ട്രൈനസ് ഉണ്ടായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഈ ആത്മീക മഴ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം വാക്കുകളിലും അപ്പുറമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഓ, നമുക്കറിയാം, അന്ത്യകാലത്തേക്ക് എത്തിയിരിക്കുന്ന നാം ഒരു കാര്യം വ്യക്തമായി തിരിച്ചറിയുന്നുണ്ട്. ഒരാത്മീക ഹല്ലേലൂയ ട്രൈനസ് ഹല്ലേലൂയ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഒരാത്മീക വരൾച്ച. ഹല്ലേലൂയ. ഉത്സാഹമില്ലായ്മ, അതിൻ്റെതായ ഹല്ലേലൂയ തീഷ്ണതയില്ലായ്മ പൊതുവായി സ്വാഭാവികമായി പൊതുവായി നാം ആത്മീയ ഗോളങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് നടുവിൽ ഒരു മാറ്റം ഹല്ലേലൂയ ആത്മീക ഹല്ലേലൂയ ദേശത്തുണ്ടാകണമെങ്കിൽ ഒരാത്മീക മാരി നമ്മുടെ മേൽ പൊഴിഞ്ഞേ മതിയാകുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. ആ ആത്മമാരി നമ്മുടെ മേൽ പെയ്യുമ്പോൾ ആത്മീക തലത്തിൽ, ശാരീരിക തലത്തിൽ, ഭൗമിക തലത്തിൽ ഹല്ലേലൂയ ഒരു വലിയ വ്യത്യാസം കണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് ആനന്ദിപ്പാനായിട്ട് ഇടവരും. ഹല്ലേലൂയ. Glory to God. നമ്മുടെ ഉത്സാഹം അതിലൂടെ വർദ്ധിക്കുവാനിടയാവും. ആത്മീക മുരടിപ്പുകൾ മാറുവാനിടയാവും. ആത്മീക വളർച്ചയില്ലായ്മ മാറുവാനിടയാവും. ആത്മാവിന് മഴ പെയ്യുമ്പോൾ അതിൻ്റെതായ ഫലം ആത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മെ ആ മഴ നയിപ്പാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. Glory to God. നമ്മിൽ ഒരു വലിയ ആത്മീക അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ഹല്ലേലൂയ. നമ്മിൽ വിതയ്ക്കപ്പെട്ടിരിക്കുന്ന വചനത്തിന്റെ വിത്തുകൾ ഹല്ലേലൂയ വളർന്ന് ഹല്ലേലൂയ അതിന്റെ വളർച്ചയിലേക്ക് അത് വളരുവാനായിട്ട് ഇടയാകും. സ്തോത്രം. അതത് സമയങ്ങളിൽ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഈ ആത്മീക മഴ നമ്മുടെ മേൽ പെയ്ത് മതിയാകെയുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ മുൻമഴയും പിന്മഴയും ഹല്ലേലൂയ ഈ നമ്മൾ ഇന്ന് ആയിരിക്കുന്ന കാലഘട്ടം ഏത് എന്ന് ചോദിച്ചാൽ ഈ മഴയോടുള്ള ബന്ധത്തിൽ ഞാൻ ദൈവമക്കളോട് ഓർപ്പിക്കട്ടെ. നാം ഇന്നായിരിക്കുന്നത് ആ പിന്മഴയുടെ കാലത്താണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ പിന്മഴയുടെ കാലത്താണ് ഇന്നുള്ള ദൈവമക്കൾ ജീവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു കൊയ്ത്തിനായി ഹല്ലേലൂയ വിളവെല്ലാം വിളഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. ഒരു ലോകാവസാനത്തിനായി, ഒരു കൊയ്ത്തിനായി ഹല്ലേലൂയ തന്റെ കളപ്പുരയിലേക്ക് തന്റെ ഹല്ലേലൂയ വിത്തുകളെ ചേർക്കാനായി ആ കാലത്തിന്റെ ആ കൊയ്ത്തിന്റെ ആ സമാപന കാലത്ത് ആയിരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ആ സമാപന കാലഘട്ടത്തിലായിരിക്കുന്ന നമ്മുടെ മേൽ ദൈവം ഹല്ലേലൂയ ആ പിന്മഴ പെയ്യിപ്പിച്ച് ഹല്ലേലൂയ ആ വലിയ കൊയ്ത്തിനായി നമ്മെ ഓരോരുത്തരെ ഉത്സാഹത്തോടെ തീഷ്ണതയോടെ ഹല്ലേലൂയ നമ്മെ ആ വലിയ വളർത്തുന്ന ആ തലത്തിലേക്ക് ദൈവം നമ്മെ ദിവസങ്ങളിൽ ആക്കി തീർക്കുവാൻ കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. അതിന് ഈ പിന്മഴയ്ക്കായി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിച്ചത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. പിന്മഴയുടെ കാലത്ത് നിങ്ങൾ യഹോവയോട് ഹല്ലേലൂയ മഴയ്ക്കായി അപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. അവൻ മിന്നൽ പിണറുകളെ ഉണ്ടാക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവമക്കളെ ഒന്ന് നമുക്കിന്ന് ചെയ്യുവാനുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്ക് മുട്ടിപ്പായി ഹല്ലേലൂയ വിശ്വാസത്തിന്റെ കാത്തിരിപ്പോടെ ഹല്ലേലൂയ നമുക്കൊരു വലിയ പിന്മഴയ്ക്ക് വേണ്ടി നമ്മുടെ നടുവിൽ അത് സംഭവിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അത് സംഭവിക്കട്ടെ. നമ്മുടെ തലമുറകളിൽ അത് സംഭവിക്കട്ടെ. നാം പാർക്കുന്ന ഈ പട്ടണത്തിൽ അത് സംഭവിക്കട്ടെ. നാം പാർക്കുന്ന ഈ രാജ്യത്ത് ആ മഴ പെയ്യട്ടെ. ഹല്ലേലൂയ. കൊയ്ത്തിനായി ഹല്ലേലൂയ അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ മഴ നമുക്കായി പെയ്തു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനായ കർത്താവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു പിന്മഴയ്ക്കായി നിലവിളിക്കുന്ന ചില ഭക്തന്മാർ ഇവിടെ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. അതിനായി ആവലോടെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഈ ദേശത്ത് എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. സഭകളിൽ എഴുന്നേൽക്കുവാൻ ഇടയാകട്ടെ. കുടുംബങ്ങളിൽ എഴുന്നേൽപ്പാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. എല്ലാം മാറ്റിമറിക്കുവാൻ കഴിവുള്ള സാഹചര്യങ്ങളെ
മാറ്റുവാൻ കഴിയുന്ന, ഓ ഹല്ലേലൂയ, നമുക്ക് വ്യത്യാസം തരുവാൻ കഴിവുള്ള ആത്മമാരിയുടെ ആ വലിയ മഴ നമ്മുടെ നടുവിൽ പെയ്യുവാൻ നമുക്ക് കണ്ണുനീരോടെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഓ ഗ്ലോറി. ഒന്ന്, ഈ പിന്മഴയ്ക്ക് ഒരു വലിയ പ്രാർത്ഥന ആവശ്യമാണ്. 21 ദിവസം നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം നമുക്കൊരു കൺഫർമേഷൻ തന്നിട്ടുണ്ട്. ഒരു വലിയ മഴയുടെ മുഴക്കം നമ്മൾ കേട്ടു. ഹല്ലേലൂയ. തുടർന്നും ഹല്ലേലൂയ അത് സംഭവിക്കുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി കണ്ണുനീരോടെ, ഓ ഹല്ലേലൂയ, ഏലിയാവിനെ പോലെ മുട്ടുമേൽ വീണുകളെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ദൈവസഭയിൽ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ മേൽ ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നത് ആ കരമുയർത്തി കർത്താവിനെ ഒന്ന് നന്ദിയോടെ സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 23 മുതലുള്ളതായ വാക്യഭാഗങ്ങൾ നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ ഹല്ലേലൂയ, പ്രത്യേകമായി അതിന് 24-ാം വാക്യത്തിൽ ഹല്ലേലൂയ, ഈ പിന്മഴ നമ്മുടെ മേൽ പെയ്യാൻ നമുക്ക് എന്താ ഉണ്ടായിരിക്കേണ്ടതെന്നുള്ളത് അവിടെ വ്യക്തമായി പ്രവാചകർ വീണ്ടും വിളിച്ചു പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യെരമ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. സ്തോത്രം. ഹല്ലേലൂയ. മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരികയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ യഹോവയെ നാം ഭയപ്പെടുക എന്ന് അവർ ഹൃദയത്തിൽ പറയുന്നതുമില്ല. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി പ്രാർത്ഥിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, ഒരു മുൻമഴയും പിന്മഴയും നമ്മുടെ മേൽ കർത്താവ് പെയ്യിപ്പിക്കുവാൻ ഹല്ലേലൂയ നാം സേവിക്കുന്ന ദൈവത്തെ നാം ഭയപ്പെടുക. ഹല്ലേലൂയ. ഓ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു തലമുറ, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു രാഷ്ട്രം, ഹല്ലേലൂയ, ഒരു ജനസമൂഹം ഹല്ലേലൂയ ഉണ്ടെങ്കിൽ അവരുടെ മേൽ മുൻമഴയും പിന്മഴയും ഒരുപോലെ പെയ്യിപ്പിച്ച് ഹല്ലേലൂയ ദൈവം അവർക്ക് അനുഗ്രഹ സമൃദ്ധി നൽകുവാൻ വിശ്വസ്തനായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇപ്രകാരം പറയുന്നു: ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുകയും അവനെ പൂർണ്ണ നിശ്ചയത്തോടെ സേവിക്കുകയും ഹല്ലേലൂയ അവൻ നൽകിയിട്ടുള്ള പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുമെങ്കിൽ ഹല്ലേലൂയ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുവോളം അവൻ മുൻമഴയും പിന്മഴയും അയക്കുന്നവനാണ്. ഹല്ലേലൂയ. നാം സേവിക്കുന്ന, നാം ആരാധിക്കുന്ന, നാം പിൻപറ്റുന്ന ഈ ദൈവത്തെ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ സേവിപ്പാൻ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിപ്പാൻ, ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ അവൻ അരുളി ചെയ്തിട്ടുള്ള വചനങ്ങളെ അനുസരിപ്പാൻ തയ്യാറായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ഒരു വലിയ പിന്മഴ നമ്മുടെ മേൽ ദയതോന്നി പെയ്യിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് വന്നിരിക്കുക. ഓ ഹല്ലേലൂയ. ഓ, ഒരു മുൻമഴ എന്ന പോലെ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ ദൈവം ഒരു ഹല്ലേലൂയ മുൻമഴ പെയ്യിച്ചാരംഭിക്കാനായിട്ടിടയായി. ഹല്ലേലൂയ. ഇനിയും ഒരു പിന്മഴയാണ് ദൈവജനത്തിന്റെ മേൽ വരുവാനായിട്ടുള്ളത്. ആ കാലത്ത് ജീവിക്കുന്ന തലമുറയാണ് നാം ഓരോരുത്തരും. ഹല്ലേലൂയ. ഒരു ഹാർവസ്റ്റിനായി, ഒരു കൊയ്ത്തിനായി ഹല്ലേലൂയ ഓ നമ്മെ ഒരുക്കുവാനായിട്ടുള്ള ആ വലിയ മഴയ്ക്ക് വേണ്ടി ഇന്ന് രാത്രിയിൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് നടക്കാം. ഹല്ലേലൂയ. ഓ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഇന്ന് രാത്രിയിൽ ദൈവവചനത്തിലൂടെ നാം കേട്ടതുപോലെ നമ്മുടെ ഹൃദയം നിറഞ്ഞ്, നമ്മുടെ ഹൃദയം ആ വലിയൊരു ആഗ്രഹത്താൽ നിറയപ്പെടട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ആ മഴയ്ക്ക് വേണ്ടിയുള്ള ചിന്തകളാൽ വർദ്ധിക്കപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്കതിനായി കൊതിക്കാം. ദൈവമക്കളെ, ഒരു കർഷകൻ ഹല്ലേലൂയ ഒരു മുൻമഴയും ഒരു പിന്മഴയും ആഗ്രഹിച്ച് ദൈവത്തിന് മുമ്പാകെ കാത്തിരിക്കുന്നത് പോലെ സമയോടെ നമുക്ക് ആ വലിയ പിന്മഴയ്ക്കായി, ആ മുൻമഴയ്ക്കായി ഹല്ലേലൂയ കാത്തിരിക്കുവാനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കൂ ദൈവമക്കളെ, വിശ്വസിക്കൂ. നമ്മുടെ ദൈവം ഭോഷ്ക് പറയുന്നവനല്ല. അവൻ ഹല്ലേലൂയ ഉവ്വ് ഉവ്വ് എന്ന് മാത്രമേ നമ്മുടെ കർത്താവിനുള്ളൂ. അവൻ നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. നമ്മുടെ ആ മുൻമഴ
മുൻമഴയും പിന്മഴയും ഒരുപോലെ കാലത്തിന് അന്ത്യത്തിൽ അവന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ മേൽ അവൻ പകരാനായിട്ട് പോവുകയാണ്. പ്രാർത്ഥിക്കുന്ന വീരന്മാർ ദൈവസഭകളിൽ എഴുന്നേൽക്കട്ടെ. കണ്ണുനീരോടതിനു വേണ്ടി കൊതിക്കുന്ന ആ ഒരു ആത്മമാരിക്ക് വേണ്ടി, ആ ആത്മമഴയ്ക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു സമൂഹം, ഓ ഹാലൽ യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, നമുക്ക് എഴുന്നേൽക്കാം, ഒരുങ്ങാം, ആ മഴയ്ക്കായി കാത്തിരിക്കാം. ഒരു വലിയ ദൈവപ്രവൃത്തി അതിലൂടെ, ഒരു വലിയ വ്യത്യാസം നമ്മളിലൂടെ ഈ ലോകം കാണത്തക്കവണ്ണമുള്ള നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ സംഭവിപ്പാൻ ഇടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടച്ച് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം.